പവിത്രത്തിലാണെങ്കിൽ വിക്രമിനെ കാണാൻ വേദ കൂടിയെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അതായത് ആദ്യ ഒരു വർഷം നമ്മുടെ വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ കൺമുൻപിൽ പോലും വരുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ പെട്ടെന്ന് തന്നെ വേദ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അതായത് വേദ ഗർഭിണിയായിരിക്കുന്ന ആ ഒരു വർഷക്കാലം വേദ വീട്ടുകാരെയോ വിക്രമിനെയോ കാണാനായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വേദയ്ക്ക് തൻ്റെ കുഞ്ഞിനെ സുഖമായി തന്നെ പ്രസവിക്കാനായിട്ട് കഴിയുന്നു എന്ന് വേണം കഴിയാൻ. പിന്നെ വിക്രത്തെ ഇടയ്ക്ക് വന്ന് കാണുന്നു എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടുമല്ല, വിക്രത്തിൻ്റെ സുഖവിവരങ്ങൾ, വിക്രത്തിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ അതിനൊക്കെ വേണ്ടിയാണ് വേദ വരുന്നത് ഒരു വർഷത്തിന് ശേഷം. ഇവിടെ വിക്രമാണെങ്കിൽ വല്ലാതെ തീ തിന്നിരിക്കുകയാണ്. വേദയെ കാണാതെ, വേദയെ എവിടെയാണെന്നറിയാതെ വളരെയധികം സങ്കടപ്പെടുന്നൊരു വിക്രം എല്ലാം തൻ്റെ ഭാഗത്തെ തെറ്റാണ്, വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെടുന്നൊരു വിക്രം. ആ സമയത്താണ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വേദ വന്നിരിക്കുന്നുണ്ട് എന്ന് വിക്രം അറിയുന്നത്. വേദയെ കാണാനായിട്ട് മനസ്സ് കൊതിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വേദയുടെ വരവ് വിക്രത്തെ ഒരുപാട് സമാധാനപ്പെടുത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. വേദയോട് വിക്രം കാണുമ്പോൾ തന്നെ ചോദിക്കുന്നത്, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു വേദേ, നീ എവിടേക്കാണ് പോയത് എന്നുള്ളതാണ് എന്ന് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദ പറയുന്നുണ്ട് വിക്രം, അതിനെക്കുറിച്ചൊക്കെ വിക്രം ജയിലിൽ നിന്നിറങ്ങിയിട്ട് നമുക്ക് പറയാമെന്ന് പറയുന്നു. എന്തായാലും ഞാനിപ്പോൾ വിക്രത്തെ കാണാനായിട്ട് വന്നതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ എവിടെയാണോ ഇപ്പോൾ താമസിക്കുന്നത് അവിടേക്ക് തിരികെ പോകും. വല്ലപ്പോഴും വരികയൊക്കെ ഉള്ളൂ. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും വിക്രം ഒരു സർപ്രൈസ് ഞാൻ തരും, വിക്രം ഒരു സത്യം അറിയും എന്ന് പറയുന്നു. അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ വേദയാണെങ്കിൽ വിക്രത്തോട് പറയുന്നുണ്ട്, അതിപ്പോൾ പറഞ്ഞാൽ വിക്രവും ആരും ഇല്ലാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ അത് വളരെയധികം തനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് വിക്രം ഇപ്പം പറയുന്നില്ല. വിക്രം പുറത്തിറങ്ങിയ ശേഷം ഞാൻ ആ സത്യം വിക്രത്തോട് പറയാമെന്ന് പറയുമ്പോൾ വിക്രം അതെന്താണ് എന്ന് ആലോചിക്കുന്നു. കൂടാതെ താൻ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടേക്ക് ഇന്ന് തന്നെ മടങ്ങിപ്പോകും എന്ന് പറയുന്നു. ആരും താൻ വന്നത് ആരെയും അറിയിക്കരുത് എന്ന് പറയുന്നതും കാണാൻ സാധിക്കും.